പീഡനം ഇത് കേരളമാണോ അല്ലെങ്കിൽ UP ആണോ? കേരളം തന്നെ അല്ലേ? എല്ലാ ദിവസവും പീഡനം മാത്രം. നമസ്കാരം. അപ്പോൾ റാപ്പർ വേടനെ ഇപ്പോൾ ശരിക്കും സമൂഹം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ റേപ്പർ വേടനാക്കിയിരിക്കുകയാണ്. അതായത് പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങൾ കണ്ടാണ്. ഈ പറയുന്ന വേടനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 3 പരാതികൾ അതിനപ്പുറത്തേക്കായി. അപ്പോൾ ഒരു വ്യക്തി സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തനായി ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഇതൊരു പീഡനമാണോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയാണോ? ഇതേപോലുള്ള ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രൂരകൃത്യം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വെറും വാക്കുകളായിരിക്കും. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ഒന്നും? തീർച്ചയായിട്ടും അത് പീഡിപ്പിക്കപ്പെടുന്നു. പുരുഷ പീഡനം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉയർച്ചയിൽ അസൂയ കൊണ്ടിട്ടുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് അവൻ്റെ പണം പിടുങ്ങാനും തട്ടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ചില കുൽസിത ശ്രമങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും അദ്ദേഹത്തിൻ്റെ പണം വിഴുങ്ങാൻ വേണ്ടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ വേടനെതിരെ ഈ സെക്ഷൽ അബ്യൂസ്മെൻറ്റ് പരാതി കൊടുത്തിരിക്കുന്ന ആ സ്ത്രീ ഒരു ഡോക്ടറാണ്, PG ഡോക്ടറാണെന്ന് പറയുന്നത്. അവരെന്തായാലും പുതിയ ലോകത്തെപ്പറ്റി ശരീരശാസ്ത്രത്തെപ്പറ്റിയും എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരായിരിക്കും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു ഡോക്ടറാണ് ഈ ഒരു തരത്തിൽ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇത്ര തവണ അല്ലെങ്കിൽ ഒരുപാട് തവണ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരീരശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിവുള്ളവരാണ്, ഡോക്ടറാണ്. അല്ലാത്ത സാധാരണ സ്ത്രീ അല്ല. അപ്പോൾ അവർക്ക് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള പല അപ്ഡേഷൻസും അറിയാവുന്നവർ തന്നെയാണ്. അങ്ങനെ അറിയുന്ന ഒരാൾ പറഞ്ഞ് ഞാൻ 2 വർഷമായിട്ടെന്ന് പറഞ്ഞ് 2 വർഷം അങ്ങനെ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കലായിരുന്നു. അപ്പോൾ കളിയാക്കി ചോദിക്കുന്നതല്ല, ഇവർ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഉഭയസമ്മതപ്രകാരം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വീഡിയോ ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത് ആ ഒരു സ്ത്രീജനത്തിൻ്റെ അനുവാദ പ്രകാരമല്ലാതെ ഒരിക്കലും ഈ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അവന് നടന്നേക്കണത്. പിന്നെ അവനിൽ നിന്നൊന്നും കിട്ടാതായപ്പോൾ അവർ പറയുന്നത് ചില ദുരാരോപണങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ദുരാരോപണം എന്ന് പറയുമ്പോൾ വ്യക്തമാക്കാവുന്ന ഒരേ ഒരു കാര്യമാണ് സാമ്പത്തികം. ഈ പറയുന്ന ഈ ഒരു വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളില്ല, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് വാങ്ങിക്കുന്നത് ലക്ഷങ്ങളോളമാണ്. അതുകൊണ്ട് ആ ഒരു ലക്ഷങ്ങളോളം വരുമാനം വന്നു തുടങ്ങിയതിന് ശേഷം ഇത് എത്രാമത്തെ പീഡനമാണ്? ഓരോരുത്തരും 2 വർഷം പീഡിപ്പിച്ചു, 3 വർഷം പീഡിപ്പിച്ചു. ഇതൊക്കെ നുണയാണോ? ഞാൻ വേടൻ്റെ ഒരു സപ്പോർട്ടറോ അല്ലെങ്കിൽ ഒരു ഫാനായിട്ടല്ല പറഞ്ഞത്. സത്യസന്ധമായിട്ട് ജസ്റ്റിഫൈ ആയിട്ട് നീതിപരമായിട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവൻ്റെ പൈസ പിടുങ്ങാനും അവൻ്റെ ഇതായിട്ടുള്ള ആ പ്രശസ്തിയെ ഇടിച്ചു താഴ്ത്താനും നടത്തിയ ഇവർ ആ സ്ത്രീ ചിലപ്പോൾ ആരുടെയെങ്കിലും ഉപകരണമായിട്ട് നിൽക്കുന്നതാണെന്നും ഒരു സംശയമുണ്ട്. ശരിക്കും മാഫിയാസിൻ്റെ ഒരു അഴിഞ്ഞാട്ടമുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഇതേപോലുള്ള കലാകാരന്മാർ ഉയർന്നു വരുമ്പോൾ ഒത്തിരി മാഫിയാസിൻ്റെ ഒരു വലയം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ പീഡന കേസുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാവും പീഡിപ്പിക്കപ്പെട്ടാണ്. പക്ഷേ ഇത് വർഷങ്ങളോളം ചെയ്തെന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലുള്ള ഇത് പറയുന്നു? എൻ്റെ പൊന്നെ, കേരളം പീഡനം കൊണ്ട് നിറയ്ക്കുകയാണോ? അതിൽ ഒരു തവണ പീഡിപ്പിച്ചാൽ ഏതൊരു സ്ത്രീജനായി കഴിഞ്ഞാലും പരാതി കൊടുക്കേണ്ടതല്ലേ? ഇവർ കുറേ തവണ പീഡിപ്പിച്ചു, ഇപ്പോഴാണോ അവർ പുറത്തിയാടിയിരിക്കുന്നത്? എന്താണ് ഇത്? ശരിക്കും സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ പണം വിഴുങ്ങാനുള്ളൊരു അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അവരുടെ അറിവോട് കൂടി അല്ലാതെ പീഡിപ്പിക്കേണ്ടതായിട്ട് വരാനുള്ള ഒരു അവസ്ഥയില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ പുരുഷനായിട്ടുള്ള ആൾ വിളിക്കുന്നിടത്തൊക്കെ ഇവർ ചെല്ലാനായിട്ട് അതിന് സന്നദ്ധനും സമ്മതപ്രകാരം മനസ്സുണ്ടായിട്ടുള്ള സമ്മത മനസ്സുള്ളതിൻ്റെ പേരിലുള്ള പുരുഷൻ വിളിക്കുന്നിടത്തൊക്കെ ഇവർ ചെല്ലണത്. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞങ്ങൾ പോയാൽ പോലെ. എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഫോൺ കോൾ വന്നാൽ തന്നെ അപ്പം ഞാൻ കട്ട് ചെയ്യും. ആ രീതിയാണ് എനിക്ക് എൻ്റേതൊക്കെ. അതേപോലെ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ കട്ട് ചെയ്താൽ പോരെ. അതാണ് വേണ്ടത്. അല്ലാതെ എന്നെ പീഡിപ്പിച്ച് എന്നും പറഞ്ഞൊന്നും നടക്കേണ്ട കാര്യമില്ല. അതും ഒരുപാട് തവണ കഴിഞ്ഞതിന് ശേഷമാണ് പരാതിയുമായിട്ട് ഇപ്പോൾ പുറത്ത് ചാടിയിരിക്കുന്നത്. ഇത് ശരിക്കും സാമ്പത്തികത്തിന് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം ഒരു 100 വോൾട്ടേജിൽ പറയാം. അതെ, ഒരുപാട് ഇവൻ്റെ പണം ഇവനിപ്പോൾ
ഒരു പണം ഇപ്പൊ സമ്പാദിപ്പിക്കുന്നു അവരുടെ കലാപരിപാടികൾ. അദ്ദേഹത്തിന്റെ മണിക്കൂറുകൾ കൊണ്ട് ഇത്ര ലക്ഷം രൂപ നല്ലൊരു വരുമാനമുണ്ട്. അതുപോലെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടാവും. ഇവർ ചിലപ്പോൾ ഈ പ്രശസ്തനായ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മറ്റവർക്കും കുപ്രസിദ്ധി വലിയൊരു മാഫിയാസ് തന്നെ ഇതിന് പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു അപകീർത്തിപ്പെടുത്താൻ. മാഫിയ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും മാഫിയാസ് കൊണ്ട് അതായത് ജാതീയമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. നിറവും ജാതിയും അതിനകത്തുണ്ട്. കാരണം വേടനെ സംബന്ധിച്ച് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ള രീതിയിലാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് അവനൊന്നും ഈ കലാരംഗത്ത് ഇത്രയും ഉയർന്നു നിൽക്കേണ്ട ആളെന്നല്ല, അവനൊന്നും അറിയപ്പെടേണ്ട ആളല്ല എന്നുള്ള രീതിയിൽ ചിലർ അതിനെ കാണുന്നുണ്ട്. അത് ജാതീയത തന്നെയാണ്, വർണ്ണവെറിയാണെന്ന് ഞാൻ പറഞ്ഞു. വർണ്ണവെറി തന്നെയാണ് അത് നടക്കുന്നത്. ഈ നിറവും ജാതിയും വെച്ച് കളിക്കുന്ന കുറെ ഏപ്പലാച്ചി മോറന്മാരുണ്ട്. അവരെപ്പോഴുള്ള മാഫിയാസും ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രേക്ഷകൻ കൂടി ജോയിൻ്റ് ആയേക്കണത്. അതുമാത്രമല്ല, ഈ ഒരു കേസിൽ വേടൻ വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാണ് ഈ കേസ്. അതായത് സ്ത്രീപക്ഷം മാത്രമായിട്ട് വരുന്നൊരു നിയമമായിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതിനുള്ള തെളിവുണ്ടാകുന്നില്ല. എവിഡൻസ് എവിടെ? വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്ന ആ ഒരു എവിഡൻസ്, വെറും വാക്കിന്റെ പുറത്ത് ഒരു എവിഡൻസ് ഇല്ലാതെ ഒരു കേസ് ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ല. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരിക്കില്ല. വെറുതെ ഇങ്ങനെ കേസിന്റെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വിവാഹ വാഗ്ദാനം നൽകിയെന്നാണ്. പക്ഷെ ഒരു വാഗ്ദാനം നൽകുമ്പോഴേക്കും അതുപോലെ തന്നെ ഇപ്പം അത് അങ്ങനെ പീഡനം നടക്കും, അതിന് വഴങ്ങിക്കൊടുക്കും ആളുകൾ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് വേറെ ഒന്നുമല്ല മനസ്സിലായി. വിവാഹ വാഗ്ദാനം കിട്ടുന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ശാരീരിക സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. മനുഷ്യ ശരീരമല്ലേ ഇത്? സത്യമായിരിക്കാം ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞ കാര്യം. ഈ ലൈംഗിക വീഴ്ച നടത്തിയിരിക്കുന്നത് അല്ലാതെ എന്താ ചെയ്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അടിത്തറയുള്ള നിയമങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് പ്രതികരിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് പ്രതികരിച്ചു പോകും, തിരിച്ച് റിയാക്ട് ചെയ്യും ട്ടാ.